മൂണാജിന് അവക്ക് എന്ത് വേണോ അതെല്ലാം കിട്ടുന്ന പറഞ്ഞ് പ്രപ്പോസ് ചെയ്യുന്നതും അവളുടെ ആഗ്രഹം അതാണല്ലോ. എത്ര ഉയരത്തിലേക്ക് പോകാൻ പറ്റുമോ അത്ര ഉയരത്തിലേക്ക് പോണെന്ന്. അതുകൊണ്ട് തന്നെ അവന്റെ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ മോതിരം ഇട്ട് കൊടുക്കുമ്പം അവിടെ അപ്പുറത്ത് വേറെ രണ്ട് ജീവനുണ്ടല്ലോ. ശരിക്കും അവർക്ക് എന്താ നടന്നത് എന്ന് ഇപ്പോഴാണ് കാണുന്നത്. അവിടെ തീ പിടിക്കുന്നുണ്ടതും അവിടെ ഇരിക്കുന്ന ഒരു ഇരുമ്പിന്റെ കസാര എടുത്ത് ജനല ഒട്ടിച്ച് യൂഞ്ചിനെയും കൂട്ടി രണ്ടുപേരും അതിന്റെ മേലേന്ന് താഴേക്ക് ചാടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ആ ഒരു സ്ഥലം ഫുള്ളി ബ്ലാസ്റ്റ് ആവുന്നത്. രണ്ടുപേരും എണീറ്റ് യൂഞ്ചിനൊന്നും പറ്റിയില്ലല്ലോ എന്ന് നോക്കി അവനെ കൂട്ടിയിട്ട് പോകുന്നത് കൊണ്ട് രണ്ടുപേരും ജസ്റ്റ് മിസ്സിന് രക്ഷപ്പെട്ടു വന്ന ആജിനെ ഒരുപാട് പ്രാവശ്യം വിളിച്ചു നോക്കുന്നുണ്ട്. പക്ഷെ അവള് കോൾ എടുക്കുന്നേ ഇല്ല. ഇതിന്റെ ഇടയ്ക്കാണ് യൂഞ്ചിന് ഒരു കോൾ വരുന്നത്, മുത്തശ്ശന് ക്രിട്ടിക്കലാണെന്നും പറഞ്ഞ്. പക്ഷെ പോയി നോക്കുമ്പോഴേക്കും മുത്തശ്ശൻ ഓൾറെഡി മരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. ഫ്യൂണറല് നടത്തുമ്പം അവന്റെ അമ്മ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഒരുമാതിരി വല്ലാത്തൊരു സന്തോഷം, ഒരു മനതൃപ്തിയോടെയൊക്കെയാണ് വരുന്നത്. വന്നതോ വന്നു, കുറച്ച് മര്യാദയിൽ അവിടെ ഇരിക്കുന്ന പൂവൊക്കെ ഒന്നെടുത്ത് വെക്കണ്ടേ? ഇല്ല, ഒടുക്കത്തെ അഹങ്കാരത്തിലാണ് നിൽക്കുന്നത്. ഈ യൂഞ്ചിനെ സമാധാനിപ്പിക്കുന്ന കണക്ക് എന്തിനോ ഒന്ന് ഹഗ് ചെയ്തിട്ട് അവിടെ ഇരുന്ന് കുടിക്കുവാണ്. ഒച്ചയും ബഹളവും കൊണ്ട് അവിടെ പോയിരുന്ന് അത്രയും സൈലന്റ് ആയിട്ടുള്ള സ്ഥലത്ത് ചോപ്സ്റ്റിക്ക് ഒക്കെ കഴിച്ച് രണ്ട് തട്ടൊക്കെ കൊടുത്ത് ഡ്രിങ്ക്സും കുടിച്ച് ഇപ്പോഴാണ് ഒരു സമാധാനമായി എന്നൊക്കെ പറയുമ്പം അവിടെയുള്ള ആൾക്കാരൊക്കെ ഇവരെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങോട്ടേക്ക് ജയം വരുന്നുണ്ട്. ആജിന് ഓക്കെയാണ്. പിന്നെ നമ്മളെ കാണാൻ വരാന്നാ പറഞ്ഞെന്നും പറഞ്ഞ് ഇൻഫർമേഷനും പാസ് ചെയ്യുന്നുണ്ട്. സംഹി ആജിന്റെ സാധനങ്ങളൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അതെല്ലാം എടുത്ത് അവിടെ ജ്വൽസ് അടക്കം എടുത്ത് ഒരു കടയില് വിൽക്കാൻ വേണ്ടി വന്നേക്കുവാണ്. എത്ര തരുന്നും ചോദിച്ച് വലിയ ആറ്റിറ്റ്യൂഡ് ഇട്ട് നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് രണ്ട് പോലീസുകാർ വരുന്നത്. അവളെയും കൂട്ടിയിട്ട് പോകുന്നുണ്ട്. മോഷ്ടിച്ചോ എന്നുള്ള പേരിലാണ് കൊണ്ടുപോകുന്നത്. പക്ഷെ ആജിനെ വിളിച്ച് നോക്കുമ്പം അവളെ വെറുതെ വിടാനാണ് പറയുന്നത്. ഗത്തായിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരുമ്പം ആജിനെങ്ങനെ ദേഷ്യത്തിലാണ് ഇവളെ നോക്കിയിരിക്കുന്നത്. ഇവള് കാരണം തനിക്ക് പോലീസിന്റെ അടുത്തുനിന്ന് കോള് വന്നു എന്നുള്ള ദേഷ്യം. ആജിന് ഒരുപാട് കഷ്ടപ്പെടുവല്ലേ, അതുകൊണ്ട് അവൾക്ക് പൈസ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അവളുടെ സാധനങ്ങളൊക്കെ എടുത്ത് വിറ്റ് അവളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. നമുക്ക് 50-50 ഒക്കെ എടുക്കാന്നൊക്കെ. ആജിന് നല്ല ദേഷ്യം വന്ന് കഥ കടച്ചിരിക്കുന്നുണ്ട്. ഇവളാണെങ്കില് ശരി 60-40 70-30 എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ഇവിടെ യൂഞ്ചിന്റെ അമ്മ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മുത്തശ്ശന്റെ സെക്രട്ടറിനെ കാണുന്നത്. അത്യാവശ്യം നന്നായിട്ട് തന്നെ കുടിച്ചിട്ടുണ്ട്. സെക്രട്ടറിന്റെ അടുത്ത് പോയിട്ട് നിങ്ങളെയാണ് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത്, വാവാന്ന് പറഞ്ഞ് കൂട്ടിയിട്ട് വരുമ്പം പുള്ളിയാണെങ്കിൽ സമ്മതിക്കുന്നില്ല. എന്നാലും നിർബന്ധിച്ചുകൊണ്ട് നിർത്തി. മുത്തശ്ശന്റെ ഒരേ ഒരു മരുമോളായ തനിക്ക് എത്രത്തോളം ഷെയർ ഉണ്ട് എന്നാണ് ചോദിക്കുന്നത്. പക്ഷെ മുത്തശ്ശൻ ഒരു തുള്ളി പൈസ പോലും അമ്മേന്റെ പേരിൽ എഴുതി വെച്ചിട്ടില്ല. ഇത് കേട്ടതും ദേഷ്യം വന്ന് ഒരു മരണം നടന്ന സ്ഥലമാണെന്ന് പോലും നോക്കാതെ അലറി വിളിച്ച സാധനങ്ങളൊക്കെ തട്ടിയിട്ട് ഞാനാണ് അയാളുടെ കൊച്ചുമോനെ പെറ്റ് വളർത്തിയെടുത്തത്, എന്നിട്ട് ഞാൻ ഇവിടുത്തെ സ്ട്രെയിൻസർ ആണെന്നോ അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒച്ചയെടുത്ത് അവസാനം മുത്തശ്ശനും യൂഞ്ചനും ബ്ലഡ് റിലേഷൻ ഇല്ലാന്നും എന്നൊക്കെ ഭയങ്കരമായിട്ട് ഒച്ചയെടുക്കുന്നുണ്ട്. ഇത് കേട്ടോണ്ടിരുന്ന യൂഞ്ചൻ എന്താ ഇപ്പൊ പറഞ്ഞത് എന്ന് ഭയങ്കര ഷോക്കായിട്ട് ചോദിക്കുമ്പം നിന്നെ വളർത്തിയതൊക്കെ ഞാനാണ്, എത്ര പൈസ നിനക്ക് വേണ്ടി ഞാൻ ചെലവാക്കിയിട്ടുണ്ടോ അത് 100% നീ എനിക്ക് തിരിച്ചു തരണമെന്ന് പറഞ്ഞ് ഒരുമാതിരി ഒച്ചയെടുക്കുവാണ്. അത് കഴിഞ്ഞ് അമ്മേന്റെ അടുത്ത് സംസാരിക്കുമ്പം അവന്റെ ജീവിതം ഇങ്ങനെ ആക്കിയല്ലോന്നും അമ്മയ്ക്ക് ഒരു വിഷമവും. ഈവൻ ആജൻ ചെറുപ്പത്തില് പുള്ളിക്കാരിനെ ഭീഷണിപ്പെടുത്തിയ കാര്യം അടക്കം പറയുന്നുണ്ട്. എന്തോ തനിക്ക് വലിയ മോശമാണ് അവളെ കൊണ്ട് നടന്നേന്നുള്ള രീതിക്കാണ് പറയുന്നത്. പക്ഷെ യൂഞ്ചിന് അപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ ഒരു കാര്യത്തിനാണ് അവളെ ഉപദ്രവിച്ചതെന്നും അവന്റെയും ജീവിതം ഇങ്ങനെ ആവാൻ അതാണ് കാരണമെന്നും. പക്ഷെ അതിലും അമ്മയ്ക്ക് ഒരു തുള്ളി കുറ്റബോധമില്ല. അവന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ചെയ്തത്. അവൻ ദാരിദ്ര്യത്തിൽ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാ ചെയ്തേന്നൊക്കെയാണ് പറയുന്നത്. സംഹി നട്ടപ്പാതിരയ്ക്ക് ആജിന് ഉറങ്ങുമ്പോൾ വന്നിട്ട് ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴാണ് എന്റെ ജീവിതം മൊത്തത്തില് കീഴ്മേൽ മറിഞ്ഞത്. അതിനുള്ള കാരണം നീയാണ്. എന്റെ ഫാമിലി പോലും ഇല്ലാതായി. ഇതിനൊക്കെ നിനക്ക് എന്റെ അടുത്തൊന്ന് ക്ഷമ ചോദിക്കാൻ പോലും തോന്നുന്നില്ലേന്ന് ചോദിക്കുന്നതിന് ആഹാ അത് കൊള്ളാം, ഇനിയിപ്പൊ അതിനും എന്നെ കുറ്റം പറഞ്ഞിട്ട് ഇപ്പൊ എന്താ കാര്യം? നീ ഗ്രീഡി ആയിരുന്നു, നിനക്ക് വെറുതെ എൻ്റെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. തൻ്റെ അടുത്ത് അത്രയൊക്കെ ചെയ്തിട്ട് ഒരു ക്ഷമ ചോദിക്കാൻ പോലും തോന്നുന്നില്ലേ എന്നാണ് സംഹി ചോദിക്കുന്നത്. പക്ഷെ അതൊക്കെ നീ അൺലക്കി ആയതുകൊണ്ടാണ്, അതിനിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ഇവളങ്ങ് തിരിഞ്ഞു കിടക്കുവാണ്. അത് കേട്ട സംഹി കരഞ്ഞോണ്ട് നല്ല ദേഷ്യത്തിലാണ് നിൽക്കുന്നത്. ഇവിടെ യൂഞ്ചൻ ആജിനെയാണ് വിളിച്ചുകൊണ്ടേയിരിക്കുന്നത്. പക്ഷെ അവള് കോൾ എടുക്കുന്നില്ല. ഇവൻ അവളുടെ വീട്ടില് ഓൾറെഡി വന്നുകൊണ്ടിരിക്കുകയാണ്. കറക്റ്റ് ലിഫ്റ്റ് തുറന്ന് അവള് വരുന്നതും അവളുടെ കയ്യില് അവൻ വിളിച്ചുകൊണ്ടിരിക്കുന്ന ഫോണ് കാണുന്നുണ്ട്. കണ്ടിട്ടും എടുക്കാതെയാണെന്ന് മനസ്സിലാവുമ്പം എങ്ങനെ ഉണ്ടാവും? അവൻ സർജറിക്ക് പോകുന്നതിന് മുന്നേ അവളുടെ അടുത്ത് ഒരേ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളൂ, അവന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ. അതുപോലെ നിനക്ക് എനിക്ക് വേണ്ടി ചെയ്യാൻ പറ്റില്ലേ എന്നൊക്കെ ചോദിക്കുന്നതിന് മുത്തശ്ശൻ മരിച്ചതില് എനിക്ക് വിഷമമൊക്കെ ഉണ്ട്. നീ സർജറിക്ക് പോയി, അത് കഴിഞ്ഞ് മുത്തശ്ശൻ മരിച്ചപ്പോ പോയി, എന്നിട്ട് എന്റെ അടുത്തേക്ക് വന്നു എന്നും പറഞ്ഞ് നീ വിളിക്കുമ്പോ ഞാൻ എടുക്കണമെന്നുണ്ടോ? തന്റെ അച്ഛൻ വേറെയാണെന്നുള്ള കാര്യം നിനക്ക് അറിയാവോന്ന് ചോദിക്കുന്നതിന് ഓ നീ അത് കണ്ടുപിടിച്ചോന്നാണ് അവള് ചോദിക്കുന്നത്. നീ എന്തിനാ എന്റെ അടുത്ത് കള്ളം പറയുന്നതെന്ന് ചോദിക്കുന്നതിന് ഞാൻ നിന്റെ അടുത്ത് കള്ളം ഒന്നും പറഞ്ഞിട്ടില്ല, ജസ്റ്റ് പറയണ്ടെന്ന് വിചാരിച്ചേ ഉള്ളൂ.
ഞാനത് നിന്റെ അടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ എന്താ സംഭവിക്കുക? നിനക്കിപ്പോ കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രിവിലേജസ് ഒന്നും തന്നെ കിട്ടത്തില്ല. നല്ലൊരു വീടടക്കം അവന്റെ അടുത്ത് എല്ലാം ഉള്ളതിന്റെ കാരണം മുത്തശ്ശനാണ്. അതവള് മുന്നേ പറഞ്ഞിരുന്നെങ്കിൽ അവനതൊന്നും കിട്ടത്തില്ല. അഥവാ അവളെല്ലാം പറഞ്ഞിരുന്നെങ്കിൽ അവനെല്ലാം നഷ്ടപ്പെട്ട് നിൽക്കും. അത്രയല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുന്നേന് ഈ ഒരു കാര്യം മറച്ചു വെക്കുന്നതിന്റെ പേരില് അവൾ ഒരുപാട് കഷ്ടപ്പെടേണ്ട വന്നു. അതിനൊക്കെ കാരണം അവനാണ്. അവളത് മറച്ചു വെക്കാതിരുന്നെങ്കിൽ അവക്കത്രയും കഷ്ടപ്പെടേണ്ട വരത്തില്ലായിരുന്നു. അതിന്റെ പേരില് അവൻ എന്ത് കഷ്ടം വന്നാലും അവനത് സ്വീകരിക്കാൻ തയ്യാറായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവിടുന്ന് പോകുന്നത്. ഈ ഊഞ്ച നല്ല വിഷമത്തില് ഒരു പാലത്തിന്റെ അടുത്ത് വന്ന് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. ഇവിടെ ആജിൻ അവളുടെ പുതിയ ലൈഫിലേക്ക് എൻ്റർ ചെയ്തു. അത്രയും വലിയ വീട്, അതിന്റെ അകത്തൂടെ നടക്കണേ തന്നെ ഓട്ടോറിക്ഷ വിളിക്കണമെന്ന് തോന്നും. ഒരുപാട് സർവൻസ്, പാലസ് പോലുള്ള വീട്. വേറെ ആരുടെ അല്ല, മൂണിന്റെ വീടാണ്. അവരുടെ വെഡിങ് ഇൻവിറ്റേഷൻ ഒക്കെ അച്ചടിച്ച് വെച്ചിട്ടുണ്ട്. അത്രത്തോളം കാര്യങ്ങൾ പോയി. ഇതൊക്കെ ജയ അറിയുന്നത് ന്യൂസിലൂടെയാണ്. അവനൊരുമാതിരി ആത്മാവ് മൊത്തം പോയാണൊക്കെ ഇരിക്കുന്ന കണ്ടിട്ട് അവന്റെ ഓണറാണ് അവനൊന്ന് ഉപദേശിക്കുന്നത്. എല്ലാം മനസ്സിലാവുന്നുണ്ട്. അവന് തന്നെ അറിയാം അവൻ ആജിനെ കിട്ടത്തില്ല എന്ന്. അതുകൊണ്ടായിരിക്കണം ഒരുമാതിരി ഷോക്കായിട്ടിരിക്കുന്നുണ്ട്. ആജിൻ യൂൻസിന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അവൻ ആ ഒരു പ്രിവിലേജസ് മൊത്തം കിട്ടാനുള്ള കാരണം ആ സത്യം അവൻ അറിയാത്തതാണ്. അതവനെ ഡിനേ ചെയ്യാൻ പറ്റുമോന്ന്. ആ ഒരു ചോദ്യമാണ് അവന്റെ തലയിലൂടെ കടന്നു പൊക്കോണ്ടേയിരിക്കുന്നത്. കാരണം അത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ആകപ്പാടെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ലെനേന്റെ അടുത്തുനിന്ന് കോള് വരുന്നത്. അവളെവിടെയോ ട്രിപ്പ് കണക്ക് വലുതായിട്ട് പോവാണ്. ഇപ്പൊ ഒന്നും വരാൻ ചാൻസേ ഇല്ല. യൂൻസിന്റെ അടുത്ത് ആജിനെ വിട്ടിട്ട് കുറച്ച് സമാധാനമായിട്ട് അവന് വേണ്ടി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അവള് പറയുന്നത്. അവളുടെ അടുത്തേക്ക് വരണം എന്നുള്ളത് കൊണ്ടല്ല, അവന്റെ നല്ലതിന് വേണ്ടിയിട്ട്. യൂൻസിന്റെ മൈൻഡിലും അത് തന്നെയാണ്. ആജിനെ മാത്രമല്ല, അവൻ എഴുത്തും നിർത്താൻ പോവാണ്. അത് കേൾക്കുന്നല്ല എനിക്കും ഹാപ്പി ആവുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ഇപ്പോഴെങ്കിലും അവൻ മനുഷ്യനെ പോലെ ചിന്തിക്കുന്നുണ്ടല്ലോ എന്ന്. പക്ഷെ കാണാൻ പറ്റാത്തതിന് ഒരു ചെറിയ വിഷമം ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെയല്ല, എന്നെ എവിടെയോ പോവാണ്. ആകെപ്പാട് ഈ സീരീസിൽ കുറച്ച് സമാധാനം കിട്ടുന്നത് ലെനേനെ കാണുമ്പോഴും ജയനെ കാണുമ്പോഴുമാണ്. ഇവിടെ ആജിന് സുഖ ജീവിതമാണ്. എല്ലാം സർവൻസ് ചെയ്തു കൊടുക്കും. അങ്ങനെ ഒരു ദിവസം വീട്ടിലൂടെ നടക്കുമ്പോഴാണ് കാണുന്നത് മേലേക്ക് പോകുന്ന ഒരു സ്ഥലം മാത്രം അടച്ച് വലിയൊരു പൂട്ടി വെച്ചിരിക്കുകയാണ്. സർവൻസിൽ തന്നെ ഒരു ഹെഡ് ലേഡി ഉണ്ട്. അവരുടെ അടുത്ത് തനിക്ക് മേലെ പോയി ഒന്ന് നോക്കണം എന്ന് പറയുന്നു. അത് മൂണ് പേഴ്സണലായിട്ട് റീഡ് ചെയ്യാൻ മാത്രം പോകുന്ന ഒരു സ്ഥലമാണ്. അങ്ങോട്ടേക്ക് ആരെയും തന്നെ കയറ്റാറില്ല. ഞാൻ ഈ വീടിന്റെ ലേഡിയാണ്, എനിക്ക് പോലും പറ്റത്തില്ലേന്ന് ഒരുമാതിരി അവള് ചോദിക്കുമ്പം മുന്നേ ഒരു വൈഫ് ഉണ്ടായിരുന്നു, അവരെ പോലും അങ്ങോട്ടേക്ക് കയറ്റിയിട്ടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ളപ്പം മൂൺ സമ്മതിക്കത്തില്ല എന്നാണല്ലോ അർത്ഥം. മുന്നേ ഉണ്ടായിരുന്നവളെ പോലെയാണോ ഞാനെന്ന് ഇവൾ ഒരുമാതിരി ദേഷ്യത്തിൽ ചോദിക്കുന്നുണ്ട്. സർവൻ ലേഡി അല്ലേ, അവർക്കും പ്രത്യേകിച്ച് ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ. ശരി, ഓക്കെ, നിങ്ങൾക്ക് അത്ര നിർബന്ധമാണെങ്കിൽ ഞാൻ മൂണിന്റെ അടുത്ത് സംസാരിച്ചിട്ട് ചെയ്യാന്ന് പറഞ്ഞു വരുമ്പോഴേക്കും വിട്ടേക്ക് എന്ന് പറഞ്ഞ് അവൾ അവിടെ പോകുന്നുണ്ട്. അന്ന് രാത്രി മൂണും അവളും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. വലിയ ടേബിള്. രണ്ടുപേരും ജസ്റ്റ് ആയിട്ടൊന്ന് സംസാരിക്കുന്നുണ്ട്. അടുത്ത ആഴ്ചയാണ് അവളുടെ ഷൂട്ടിങ് സ്റ്റാർട്ട് ചെയ്യുക. അതിനെക്കുറിച്ച് അങ്ങനെ എന്തൊക്കെയോ ചോദിച്ചു കഴിഞ്ഞിട്ട് ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് മൂൺ ചോദിക്കുമ്പം അവിടെ മേലെയുള്ള നിന്റെ സ്റ്റഡി റൂം ഞാൻ കുറച്ചു നേരം യൂസ് ചെയ്തോട്ടെ എന്ന് ചോദിക്കുന്നു. ഇവിടെ എപ്പോഴും ആൾക്കാർ ചുറ്റും ഉണ്ടാവും. അപ്പോൾ ഒറ്റയ്ക്ക് ഇരുന്നിട്ടുണ്ടെങ്കിലേ കിട്ടുന്ന ആ ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല അവൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടെന്ന്. മറ്റു ചെക്കന്മാരെ പോലെ തന്നെ അവള് ചോദിച്ചാൽ എന്തും നടക്കുന്നാണ് അവള് വിചാരിച്ചത്. പക്ഷെ നൈസായിട്ട് അവനത് ഒഴിവാക്കി വിടുന്നുണ്ട്. അവൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതല്ലേ പ്രശ്നം. അവൻ തന്നെ അവളുടെ കൂടെ പ്രാക്ടീസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് സ്ക്രിപ്റ്റ് ഒക്കെ കൊടുത്ത് ശരിക്കും നിനക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുമ്പം ഈ ക്യാരക്ടർ എങ്ങനെയുള്ളതാന്ന് പറ, അങ്ങനെയാണെങ്കിൽ എനിക്ക് വായിക്കുമ്പോൾ കുറച്ചും കൂടെ റിലേറ്റ് ചെയ്ത് നന്നായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മൂൺ പറയുന്നതിന് മൂണിപ്പോ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്ന ക്യാരക്ടർ ഇവളുടെ വീട്ടിലെ ആൾക്കാരെ കൊന്ന ഒരാളായിട്ടാണ്. അത് കഴിഞ്ഞ് ഇവള് റിവെഞ്ച് എടുക്കാൻ വരുന്ന കണക്കാണ് അവന്റെ റോള്. ഇത് കേട്ടതും നീ ആരെങ്കിലും കൊന്നിട്ടുണ്ടോ എന്താന്ന് ഇവള് ചോദിക്കുമ്പം അല്ലെങ്കിൽ നിനക്ക് ആരെങ്കിലും കൊല്ലണമെന്നുണ്ടോ? ചിരിച്ചോണ്ട് എന്താ പറയുന്നതെന്നുള്ള രീതിക്ക് അവന്റെ പേര് വിളിക്കുമ്പം അത് പിന്നെ വേറൊന്നല്ല, എന്റെ എക്സ് വൈഫിനെ എന്തുകൊണ്ടാണ് ഞാൻ ഡിവോഴ്സ് ചെയ്തെന്നുള്ള കാര്യം നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ. അത് അവൾ എന്നെ എപ്പോ നോക്കിയാലും അവൾക്ക് എന്നെ കൊല്ലണം എന്നുള്ള രീതിക്കാണ് നോക്കുക. ഞാന് അവൾക്ക് എന്ത് വേണോ അതെല്ലാം കൊടുക്കും. ഒരു ക്യൂവിന്റെ കണക്കാണ് ഞാൻ നോക്കുക. ചിലപ്പോ അതുകൊണ്ട് തന്നെ ആയിരിക്കും പ്രശ്നം. എന്തെങ്കിലും ഒരു ചെറിയ കാര്യം തെറ്റായിട്ട് പോയാലും അവളെ കൊണ്ട് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. എല്ലാത്തിനും എന്നെയാണ് ബ്ലെയിം ചെയ്യുക. അവക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ ഔട്ട് ഓഫ് മൈൻഡ് ആയിട്ട് ഇപ്പോ മെന്റൽ ഹോസ്പിറ്റലില് ചികിത്സയിലാണ്. എന്റെ തെറ്റാണ്. അവക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു ലൈഫ് കൊടുത്തതുകൊണ്ടാണ് പ്രശ്നം. അതും അവൻ പറയുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കില് സട്ടിലായിട്ട് ആജൻ എങ്ങനെയാണോ സംസാരിക്കുക അതേ കണക്ക് തന്നെ. എന്നിട്ട് അവളുടെ കയ്യിൽ പിടിച്ച് നിനക്ക് ഷോക്കൊന്നും ആയില്ലല്ലോ എന്ന് ചോദിക്കുന്നതിന് ചിരിച്ചുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇല്ല എന്ന് പറയുന്നുണ്ട്. അവളൊന്ന് കണ്ണുപോലും ചിമ്മാതെയാണ് അത്രയും നേരം അവനെ നോക്കിക്കൊണ്ടിരുന്നത്, ഇത്രയും വലിയ കാര്യം പറഞ്ഞിട്ടും. നേരത്തെ അവള് മേലെ പോകുന്ന കാര്യം ചോദിച്ചായിരുന്നല്ലോ, അതിന് ഇവൻ ജസ്റ്റ് ആയിട്ടൊന്ന് ഭീഷണിപ്പെടുത്തിയാണ്, ആവശ്യമില്ലാതെ കളിക്കാൻ നിൽക്കരുത് എന്നുള്ളത്.
ഇവിടെ ആജിന് ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അവളെ ആ സെറ്റിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നീ ആരെങ്കിലും കൊന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇനി കൊല്ലാൻ ആഗ്രഹമുണ്ടോ എന്നൊക്കെ മൂൺ ചോദിച്ചായിരുന്നല്ലോ. അതുപോലെ വെച്ച് ഇവൻ ശരിക്കും ഒരു സൈക്കോ ആണെന്ന് വിചാരിച്ച് അവിടെ നിൽക്കുന്ന സമയത്താണ് അതിന്റെ അപ്പുറത്തെ സൈഡിലിരുന്ന രണ്ട് പെണ്ണുങ്ങള് ഗാങ്ങിനെ ഇവള് ഡേറ്റ് ചെയ്തായിരുന്നല്ലോ. ആ സമയത്ത് അവൻ മരിച്ചപ്പോൾ ഇവളുടെ പേരിൽ ഒരുപാട് കളങ്കമൊക്കെ വന്നിട്ടുണ്ടല്ലോ. ഇതെല്ലാം മൂണിനെ മാരേജ് ചെയ്തുകൊണ്ടാണ് പോയതെന്നും അവള് മൂണിനെ മാരേജ് ചെയ്തത് പണത്തിന് വേണ്ടിയിട്ടാണ്, അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞാൽ അവർ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. ഇതൊക്കെ ഫുള്ള് ആദ്യം കേൾക്കുന്നുണ്ട്. ഇവരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹായ് എന്നും പറഞ്ഞ് അതിലങ്ങ് പോവാണ്. അവർക്ക് ഒരുമാതിരി ആയി പോകുന്നുണ്ട്. യോഞ്ചൻ മുത്തച്ഛന്റെ കല്ലറയിൽ വന്നിട്ട് അവനെ നന്നായിട്ട് നോക്കിയതിനും വളർത്തിയതിനും നന്ദി പറഞ്ഞ് ഇനി ഒരിക്കലും വരത്തില്ല എന്നും പറഞ്ഞ് സോറിയും പറയുന്നുണ്ട്. അജൻ കുളിക്കാൻ പോകുന്നതിന് മുന്നേ പീരിയഡ്സ് ആയതുകൊണ്ട് പെയിൻ കില്ലറൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. പക്ഷെ പാട് നോക്കുമ്പോൾ കാണുന്നില്ല. ഇല്ലാത്ത പാടിന് വേണ്ടിയിട്ട് ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് കുളിച്ചിട്ട് വരുന്നുണ്ട്. പക്ഷെ നോക്കുമ്പം അവിടെ ഒരു പെട്ടിയിൽ നിറച്ചും പാടിരിക്കുകയാണ്. ഹാപ്പി ആവേണ്ട ഒരു വിഷയമൊക്കെയാണ്. പക്ഷെ പറയുക പോലും ചെയ്യാതെ ഇങ്ങനെ പാട് വന്നിട്ടുണ്ടെങ്കിൽ അവളെ ഫുൾ ടൈം വീക്ഷിക്കുന്നുണ്ട് എന്നല്ലേ അർത്ഥം. മൂൺ അവക്കേ ടഫ് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവമാണല്ലേ. കുറച്ച് കഴിയുമ്പോൾ മൂൺ വീട്ടിലേക്ക് വരുന്നുണ്ട്. അതും കുറച്ച് നേരത്തെയാണ് വരുന്നത്. നല്ല ചിരിച്ച മുഖത്തോടെ അവളുടെ അടുത്തൊന്ന് കൊഞ്ചിയിട്ട് അവളെ കാണുന്ന സമയം കുറച്ച് ടയർഡായിട്ട് എന്തോ വയ്യാതെ കണക്കുണ്ട്. എന്താ പറ്റി, ഓക്കെ ആണോ എന്നൊക്കെ ചോദിക്കുമ്പം ഞാൻ ഓക്കെ ആണെന്ന് അവള്. എന്നാലും അങ്ങ് സമാധാനം വരുന്നില്ല. ഓവർ ലവ് ആണ്. നെറ്റിയിലൊക്കെ തൊട്ട് നോക്കിയിട്ട് നന്നായിട്ട് ടയേർഡ് ആയിട്ടുണ്ട്, നന്നായിട്ട് റെസ്റ്റ് എടുക്കുക, ശരിക്കും ഓക്കെ ആണോ എന്നൊക്കെ വീണ്ടും ചോദിക്കുന്നുണ്ട്. അവക്കാണെങ്കിൽ എന്തോ ചോദിക്കാനുണ്ട്. പക്ഷെ അവന്റെ സ്വഭാവം അറിയാലോ, അതുകൊണ്ട് എന്നെ ചോദിക്കുന്നില്ല. ശരി എന്നാ ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാമെന്ന് പറഞ്ഞ് സ്വീറ്റായിട്ട് ഒരു കിസ്സും കൊടുത്തിട്ട് പോകുന്നുണ്ട്. ഇവള് നോക്കുമ്പം അവിടെയുള്ള ക്ലോക്ക് 10:15 എന്നുള്ള സമയത്തില് അനങ്ങാതെ നിൽക്കുവാണ്. അതെപ്പോഴാ അങ്ങനെ ആയിപ്പോയത് എന്ന് പോലും സർവൻസ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ആ സമയം അവക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. കാരണം അവൾ അച്ഛനെ കൊന്ന ദിവസം മരിക്കുന്ന കണക്ക് അങ്ങേര് അടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അത് ഏകദേശം ഈ ഒരു സമയത്താണ്. അടി കിട്ടുന്ന സമയത്ത് ബോസ് വരാൻ വേണ്ടിയിട്ട് അവള് സമയം നോക്കിയായിരുന്നല്ലോ. അപ്പൊ കറക്റ്റ് 10:15 എന്നുള്ള ആ ഒരു സമയമായിരുന്നു. ഈ ഒരു കാര്യം ഓർത്തത് കൊണ്ട് തന്നെ അവക്ക് അന്ന് രാത്രി ഉറങ്ങാനേ പറ്റുന്നില്ല. മൂന്നിന് ഇക്കാര്യങ്ങളൊക്കെ അറിയാം. പിന്നെ അവളെ കൊന്നിട്ടുണ്ടോ എന്നുള്ള കാര്യമൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇനി ചെറുക്കൻ സൈക്കോ ആയിട്ട് അവളെ മാനസികമായി പീഡിപ്പിച്ച് രസിക്കുകയാണോ എന്തോ. എന്തായാലും അവക്ക് ഉറക്കം കിട്ടാതെ ആകെപ്പാടെ പേടിച്ച് വിറച്ച് സിഗരറ്റും വലിച്ച് പുറത്തിരിപ്പുണ്ട്. യൂഞ്ചനും ജയും തമ്മിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. യൂഞ്ചനാണെങ്കിൽ ഒരുമാതിരി വിരക്തിന്റെ ടോപ്പിലാണ് ഇരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് സംസാരിക്കുമ്പോഴേ എന്തിനധികം കാണുമ്പോഴേ ജയ്ക്ക് മനസ്സിലാവുന്നുണ്ട് എന്തോ വശപ്പശകുണ്ട് എന്ന്. നീ നിന്റെ ജീവിതം നോക്കണം, എന്നെ പോലെ ആവരുത്. എനിക്കിപ്പം എവിടെ പോകാൻ പോലും ഒരു സ്ഥലമില്ല എന്നൊക്കെ ഒരുമാതിരി വിരക്തിന്റെ കൊടുമുടിയിൽ കയറി പറയുമ്പം ജയ് ഇരുന്നിട്ട് എന്തുണ്ടേലും ചേട്ടനോട് പറ മോനെ, നിനക്ക് എവിടെ പോകാനില്ലേലും ഞാനുണ്ട് എന്ന് പറഞ്ഞ് അവന്റെ അടുത്ത് പോയി തോളിലും കൈയിട്ട് അടുത്ത റൗണ്ടിനുള്ളത് നീ വേണം പൈസ ചെലവാക്കാൻ എന്നും പറഞ്ഞ യൂഞ്ചനെ കുറച്ച് ഈസാക്കി ഒന്ന് ചിരിപ്പിച്ചിട്ടാണ് ഈ ജയ അവിടുന്ന് കൂട്ടിയിട്ട് വന്നത്. ഇവര് തമ്മിലുള്ള മൊമെന്റ്സ് കാണുമ്പോഴും ഒരു വാം ഫീൽ ആണല്ലേ. ഇവിടെ ആജിനൊക്കെ നല്ല ഹൈ ലെവലിൽ നിൽക്കുവാണ്. 10-20 റിപ്പോർട്ടേഴ്സ് ഒക്കെയാണ് പുറകെ വരുന്നത്. ഇതൊരു ഓരത്ത് നിന്ന് ജയം കാണുന്നുണ്ട്. ജയ എങ്ങനെയാണ് ആജിനെ തന്റെ കൂടെ നിർത്തണമെന്നൊന്നുമില്ല. ജസ്റ്റ് ദൂരെ നിന്നിട്ടെങ്കിലും അവൾ ഓക്കെ ആണോന്ന് അറിഞ്ഞാൽ മതിയല്ലോ. അതേ കണക്കൊന്ന് നോക്കിയിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. പക്ഷെ ബൈക്കിൽ കയറുന്ന സമയത്ത് ആജിന്റെ അസിസ്റ്റന്റ് കൂട്ടിയിട്ട് പോകുന്നുണ്ട്. ആജിനെ കണ്ടതും ചെക്കന്റെ മുഖത്ത് അത്രയും സന്തോഷം. ഫുള്ള് ഹെൽമെറ്റ് ഒക്കെ നിന്നിട്ടും നിനക്ക് എന്നെ മനസ്സിലായോന്ന്. പിന്നല്ലാതെ നീ അവിടെ നിന്നിട്ട് അങ്ങനെ നോക്കിക്കുമ്പോ മനസ്സിലാവേണ്ട എന്താണെന്ന് ആജിൻ. അവക്കിപ്പോ എങ്ങനെയുണ്ട്, ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നു. പക്ഷെ അവളെ കണ്ടിട്ട് ഭയങ്കര ഡ്രെയിൻഡ് ആയിട്ട് ഒരുമാതിരി ക്ഷീണിച്ച് കണക്കുണ്ട്. എന്തെങ്കിലും അസുഖമൊക്കെ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ ശരിക്കും ഓക്കെയാണ്, പക്ഷെ എന്നെന്ന് പറഞ്ഞ കണക്ക് രാത്രി ദുസ്വപ്നം കാണും, അതുകൊണ്ടാണ് ഇത്ര ക്ഷീണിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് അവൾ ഒരുമാതിരി നോക്കിക്കാണ്. ചെക്കനാണെങ്കിൽ അടിപൊളി നാണം. നീ എന്താണ് എന്നെ ഒരുമാതിരി ഇഷ്ടപ്പെടുന്ന കണക്ക് ഇങ്ങനെ നോക്കിക്കുന്നേന്ന്. അവക്കങ്ങനെ വല്ലതും ഉണ്ടെങ്കിലല്ലേ അത് നമുക്കറിയാം. നിനക്ക് മോന്തോയൂക്കിനെ ഒന്ന് നോക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നു. മോന്തോയൂക്ക് അത് നിന്റെ ഹസ്ബൻഡ് അല്ലേ? അപ്പോഴേ എനിക്കറിയായിരുന്നു എനിക്ക് അവനെ ആദ്യം മുതലേ ഇഷ്ടമല്ല, വൃത്തിയായിട്ടവൻ. നീ വിചാരിക്കുന്ന നടക്കൊന്നുമില്ല. ജസ്റ്റ് പുള്ളിയുടെ എക്സ് വൈഫിനെ കുറിച്ച് എനിക്ക് കുറച്ച് ഡീറ്റെയിൽസ് വേണം. ആളിപ്പോ എവിടെയാണ്, എന്താ ചെയ്യുന്നതെന്നൊക്കെ. അതിൽ കൂടുതൽ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. എന്തോന്ന് അവൻ എക്സ് വൈഫ് ഉണ്ടെന്നോ? എന്തൊക്കെയാ കേൾക്കുന്നത്? നീ എന്തിനാ അവനെ ഇഷ്ടപ്പെടാൻ പോയത്? എന്ത് കാരണത്തിനാ? അതൊക്കെ വിട്, നിനക്കിപ്പോ ഇത് ചെയ്യാൻ പറ്റുമോ ഇല്ലേന്ന് ആജിൻ. ഇവരീ സംസാരിക്കുന്നതൊക്കെ മൂൺ കേൾക്കുന്നുണ്ട് എന്നുള്ളതാണ് കാര്യം. നീ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട. പുള്ളിനെ കുറിച്ചുള്ള എവറി ഡീറ്റെയിൽസ് ഞാൻ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് ജയ. ഇതൊക്കെ കേട്ട് ചിരിച്ചോണ്ടിരിക്കുന്ന മൂണ്. അല്ലേ തന്നെ എന്ത് കോമഡിയാലേ. അവക്കൊരു പ്രൈവസി എന്ന് പറയുന്ന ഒരു സാധനമേ ഇല്ല. ഇനി ഈ ചെറുക്കനെ അവൻ വെറുതെ വിടൂ. ആദ്യം വീട്ടിൽ ഒരുമാതിരി സാഡായിട്ട് ഡിപ്രസ്ഡ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഹെഡ് ലേഡി വന്നിട്ട് ഒരു ഹോട്ട് ആയിട്ടുള്ള ടീ കൊടുക്കുന്നുണ്ട്. എനിക്കിപ്പോൾ അതിനുള്ള മൂഡില്ല എന്ന് ആദ്യം പറയുമ്പം
മാഡം നിങ്ങളിത് കുടിച്ചേ പറ്റൂ, അങ്ങനെയാണ് CEO പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ കുടിച്ചിട്ടില്ലെങ്കിൽ അതെനിക്കായിരിക്കും പ്രശ്നം എന്ന് പറയുമ്പം അതിന് വേറെ വഴിയൊന്നുമില്ലല്ലോ, മേടിക്കുന്നുണ്ട്. പക്ഷെ അത് നേരെ കൊണ്ടുപോയിട്ട് മറിച്ച് കളയാണ്. അവളാകെപ്പാടെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ ആദിനെ പോലുള്ള ഒരാള് ഒന്നും ആലോചിക്കാതെ മൂണിനെ പോലെയുള്ള ഒരാളെ അങ്ങനെ മാരേജ് ചെയ്യൂ. മൂന്ന് വീട്ടിലേക്ക് വരുന്നതും ആദ്യം തന്നെ അന്വേഷിക്കുന്നത് ആദിൻ എവിടെയെന്നാണ്. പോയി നോക്കുമ്പം അവള് സോഫയിൽ കിടന്ന് ഉറങ്ങുവാണ്. അവളുടെ മുടിയൊക്കെ മാറ്റിയിട്ട് ഒരുമാതിരി മുഖത്തൊക്കെ തലകൂടിക്കൊണ്ട് ചിരിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ അതൊരു സൈക്കോ ചിരിയായിട്ടാണ് തോന്നുന്നത്. ലൈക്ക് ഫുള്ളി ഒബ്സസ്ഡ് ആയിട്ടുള്ള ഒരാള്. ഒബ്സഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പീക്കില്. അടുത്ത ദിവസം ആജിൻ നല്ല സുഖമായിട്ട് സൺലൈറ്റ് ഒക്കെ കൊണ്ടിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഹെല്ലേഡി വന്ന് ഫ്രൂട്ട്സ് ഒക്കെ വെച്ച് ഇന്ന് നല്ല ക്ലൈമറ്റ് ആണല്ലേ, എന്നും ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും എന്നും പറഞ്ഞ് അവിടെ നിന്ന് പോവാണ്. ഇവക്കാണെങ്കിൽ കണ്ടാലും മതി, മനുഷ്യൻ എവിടെ പോയാലും ശാപം വിട്ടു പോകത്തില്ല എന്ന് പൊലമ്പിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അവിടെ ആ വീട്ടില് സംഖി ഒരുമാതിരി തുടച്ച് സർവന്റിനെ പോലെ നിൽക്കുവാണ്. തക്കം കിട്ടിയതും ആജിനെ നോക്കി നടക്കുന്നുണ്ട്. ആജിനവിടെ പാട്ടൊക്കെ കേട്ട് സമാധാനത്തില് കണ്ണടച്ച് കിടക്കുവാണ്. ഈ സമയത്ത് ഇവള് പുറകിൽ വന്നിട്ട് കത്തി എടുക്കുന്നു. അതേസമയം വീട്ടിലേക്ക് മൂണ് വന്നിട്ടുണ്ട്. ഭയങ്കരമായിട്ട് മ്യൂസിക് ഒക്കെ റേസ് ആയിട്ട് എന്താവുന്ന നമ്മൾ ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. സംഖ്യ കത്തിയെടുത്ത് കുത്താൻ പോകുന്നുണ്ടെങ്കിലും കറക്റ്റായിട്ട് ആദ്യം കൈ പിടിക്കുന്നുണ്ട്. അവരമ്മല ഭയങ്കരമായിട്ടുള്ള ഒരു പ്രശ്നം നടക്കുന്നു. സംഖ്യനെ കഷ്ടപ്പെടുത്തിയിട്ട് ആദ്യം ഇത്രയും വലിയ മാളിക പോലെയുള്ള വീട്ടില് സുഖമായിട്ട് ജീവിക്കുന്നു എന്നുള്ള കുശുമ്പാണ്. അവക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫേസ് ഉള്ളതുകൊണ്ടാണല്ലോ ഇതൊക്കെ കിട്ടുന്നത്. അതുകൊണ്ട് അത് നശിപ്പിക്കാൻ പോവാണെന്ന് പറഞ്ഞ് മുഖം കീറാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. ഇവരമ്മല ഭയങ്കരമായിട്ടുള്ള അടി നടക്കുന്നുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് ആജിന്റെ കഴുത്തിന്റെ അവിടെയായിട്ട് ചെറുതായിട്ടൊന്ന് മുറിയുന്നുണ്ട്. ഒരു വിധത്തില് സ്വിമ്മിംഗ് പൂളിലേക്ക് ആ കത്തിയെടുത്ത് എറിയുന്നു. ഇവളാണെങ്കിലും മുടിയിലൊക്കെ പിടിച്ച് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കി കൊടുക്കുകയാണ്. അതിന്റെ ഇടയ്ക്ക് ആ കത്തി എടുക്കുന്നുണ്ട്. മുഖത്തിലേക്ക് കത്തി കുത്തി ഇറക്കുന്നുള്ള രീതിക്കാണ് കൈ വെച്ചിട്ട് തന്നെ രണ്ടുപേരും ഒരു യുദ്ധം തന്നെ നടത്തുന്നുണ്ട്. അവസാനം ആജിന കത്തിയെടുത്ത് ഒരു വര അങ്ങ് വരച്ചു വിടാണ്. അവളുടെ മുഖം മൊത്തത്തിൽ അങ്ങ് മുറിയുന്നുണ്ട്. കറക്റ്റ് ഈ സീൻ നടക്കുന്ന സമയത്താണ് മൂൺ അങ്ങോട്ടേക്ക് വരുന്നത്. മുഖം മുറിഞ്ഞത് റിയലൈസ് ആയതും നല്ല വേദനയില് സംഖ്യ അവിടെ കരഞ്ഞോണ്ടിരിക്കുമ്പം ആജിനാണെങ്കിൽ പ്രാന്തിനെ പോലെ വരുന്ന ചിരിച്ചോണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഒരു ഷോ നടക്കുന്ന പോലെ കണ്ടുകൊണ്ടിരിക്കുന്ന മൂണ്. ഇങ്ങനെയാണ് ഈ ഒരു എപ്പിസോഡ് കഴിയുന്നത്. ഇനി 2 എപ്പിസോഡും കൊണ്ട് സീരീസ് കഴിയും.